കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ അന്യസംസ്ഥാനത്തു നിന്നും പാഴ്സലായി എത്തിയ കഞ്ചാവ് പിടികൂടി. 8 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. കൊല്ലങ്കോട് തെക്കേപ്പാവടി സ്വദേശികളായ രവിചന്ദ്രന്റെ മക്കളായ രാഹുലും സഞ്ജയും കേസിൽ അറസ്റ്റിലായി. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ പാഴ്സൽ വാങ്ങാനെത്തിയപ്പോഴാണ് ഇരുവരും പിടിയിലായത്. മേഘാലയയിൽ നിന്നുമാണ് കഞ്ചാവ് വന്നത്. മഫ്തിയിൽ കാത്തുനിന്ന കൊല്ലങ്കോട്, ചിറ്റൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടി തൊണ്ടി പിടിച്ചെടുത്തത്. ഇരുവരും IT ജീവനക്കാരാണ്. രാഹുൽ കഞ്ചിക്കോട്ടും സഞ്ജയ് പൂനെയിലുമാണ് ജോലി. ലീവിനെത്തിയപ്പോഴാണ് സംഭവം. സഞ്ജയ് സുഹൃത്ത് നിർദ്ദേശിച്ചതനുസരിച്ചാണ് സ്വന്തം പേരിൽ പാഴ്സൽ വരുത്താൻ അനുവദിച്ചതത്രേ. കൊല്ലങ്കോട് സ്വദേശിക്ക് വേണ്ടിയാണ് സഞ്ജയ് പാഴ്സൽ ഏറ്റുവാങ്ങാനെത്തിയത്. രാഹുൽ വിവരമറിയാതെയാണ് ബൈക്കിൽ അനുജനുമൊത്തെത്തിയത്. ആദ്യം ഏജന്റുമൊത്തെത്തിയെങ്കിലും ജീവനക്കാർ സംശയം തോന്നി ആധാർ കാർഡ് ആവശ്യപ്പെട്ടതോടെ ഏജന്റ് പിൻവലിയുകയായിരുന്നു. പിന്നീട് സഞ്ജയ് ജ്യേഷ്ഠൻ രാഹുലുമൊത്തെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. സഞ്ജയ്ക്ക് 22ഉം രാഹുലിന് 26ഉം വയസ്സുണ്ട്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കി. ഇന്നേ ദിവസം ചിറ്റൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും അതുപോലെ തന്നെ കൊല്ലങ്കോട് റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്ന് നമ്മുടെ കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് ഒരു 7.34 കിലോഗ്രാം കഞ്ചാവ് പാർസൽ വഴിയായി നമ്മൾ പോസ്റ്റ് ഓഫീസ് മുഖേന എത്തിച്ചത് കണ്ടെത്തി. 2 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരും കൊല്ലങ്കോട് സ്വദേശികൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പാർസൽ കൈപ്പറ്റാൻ വന്ന ഈ പ്രതികളുടെ അഡ്രസ്സിലുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊല്ലങ്കോടിലെ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്ക് ഒരു സംശയം വരികയും അത് എക്സൈസിനെ അറിയിക്കുകയും നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് കൊല്ലങ്കോട് റേഞ്ചിലെ ജീവനക്കാർ ആദ്യം അത് ഫോളോ അപ്പ് ചെയ്യും, പിന്നീട് അത് എന്നെ അറിയിക്കുകയും അതിനെ തുടർന്നാണ് ഈ കേസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമുക്ക് 7 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഞ്ചാവ് എവിടെ നിന്നാണ് കണ്ടെത്തിയത്, അയച്ചത് എന്നും ഇത് ആർക്കാണ് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കൊല്ലങ്കോട് തന്നെയുള്ള മറ്റൊരു വ്യക്തിക്കായി കൊണ്ടുപോകുന്നു എന്നാണ് നമ്മുടെ ഈ 2 പ്രതികളും എക്സൈസിന് വിവരം നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളുണ്ടാവും. മതിയായ തെളിവുകൾ ലഭിക്കുന്ന വർഷം അവരെയും കൂടി പ്രതിപ്പട്ടിയിൽ ചേർക്കുന്ന നിലവിൽ നമുക്ക് കുറച്ച് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതാണ്. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർസൽ ഓഫീസ് വഴി നമുക്ക് പാലക്കാട് ജില്ലയിൽ നേരത്തെ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതായത് പ്രൈവറ്റ് പാർസൽ സ്ഥാപനങ്ങൾ വഴി. പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കേസാണെന്നാണ് നമുക്ക് കരുതുന്നത്. പരിശോധനകൾ എക്സൈസ് കർശനമായി പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കും എന്നാണ് അറിയിക്കാനുള്ളത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സമീർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രൂപേഷ് KC, പ്രഭാജി, രമേശ് K, വെള്ളക്കുട്ടി, പ്രിവന്റീവ് ഓഫീസർമാരായ ശിവകുമാർ, രമേശ് കുമാർ, സെയ്ദ് അൽമസ്, നടേഷ് കുമാർ, വനിതാ സിഇഒമാരായ ധന്യ, സന്ധ്യ, സിവിൽ എക്സൈസ് ഓഫീസർ രാധാകൃഷ്ണൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.